ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അഥവാ ചെമ്മീൻ ചോറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ അളവിൽ RKG അഥവാ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ രണ്ടും മിക്സായി കഴിഞ്ഞാൽ പത വരില്ലേ എന്ന് ഡൗട്ട് ഉണ്ടാവും. പത വരും, പക്ഷെ എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, അതേപോലെ തന്നെ ചില്ലിയും കൂടി നമ്മുടെ മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയതാണ്. നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വന്ന് അതിനൊരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് നമുക്കൊരു 3 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. പൊടിയുപ്പ് യൂസാക്കുന്നത് അത്ര നല്ലതല്ല, അതിൽ എന്തൊക്കെയോ കെമിക്കൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കല്ലുപ്പ് യൂസാക്കുന്നതായിട്ട് നല്ലത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതാ ഇവിടെ പ്രോൺസ് എടുത്തിട്ടുണ്ട്. അത് നല്ല പോലെ വൃത്തിയിൽ കഴുകി കട്ട് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കിതാ നമ്മുടെ ഉള്ളി നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതേപോലെ ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി 2 എണ്ണം ഇതേപോലെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞത് അതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഇതേപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മസാലകളൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീനുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയെ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ കൃത്യ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ ആ 1 ഗ്ലാസും അതിൻ്റെ പകുതിയാണ് നമ്മൾ വെള്ളത്തിനായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നതാണ് അതിൻ്റെ ഒരു കൃത്യ അളവ്. നോക്കിയിട്ട് ഇതിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക, നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരിയ അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്നാൽ കുറച്ചും കൂടി വേവാനുണ്ട് കേട്ടോ. അങ്ങനെ 2 മിനിറ്റും കൂടി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവായത് കൊണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്കും ഒരു നല്ലൊരു രുചിക്കും വേണ്ടിയിട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോൺസ് റൈസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.